നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ ആഴ്ച ഞങ്ങൾ സേലത്തിലാണ് ഇരിക്കുന്നു. സേലത്തിലിരുന്ന് എൻ്റെ ഹോട്ടൽ റൂമിലിരുന്നു ആണ് നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നു. വിഷ്ണു നമ്മളോടൊപ്പം ഉണ്ട്. സേലം ഈവെന്റിനും വന്നിട്ടുണ്ട്. നിങ്ങളെ ചോദ്യങ്ങളെ ചോദിക്കാം വിഷ്ണു. നമസ്കാരം സർ. നമസ്കാരം. ഗോൾഡിന് പുറത്ത് മട്ടിൽ ഇങ്ങനെ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ കയറും എന്ന് പറഞ്ഞ് ലൈനായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ ഗോൾഡിനെ നോക്കിയാൽ അത് സ്റ്റാഗ്നന്റ് ആയി, ലിറ്ററലി സ്റ്റാഗ്നന്റ് ആയി. 100 രൂപ കയറുന്നു, 80 രൂപ കുറയുന്നു, 120 രൂപ കയറുന്നു, 100 രൂപ കുറയുന്നു. എന്നാൽ തന്നെ അതിന്റെ ഫ്ലോ ഇരുന്നുകൊണ്ടിരിക്കുന്നു. വലുതായിട്ട് കയറിയുമില്ല, ഇറങ്ങിയുമില്ല, ഒരേ ലെവലിൽ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ JP മോർഗൻ എന്ത് പറയണമെന്ന് അറിയാമോ? UBS എന്ത് പറയണമെന്ന് അറിയാമോ? വേൾഡ് ബാങ്ക് എന്ത് പറയണമെന്ന് അറിയാമോ? വരുന്ന കാലങ്ങളിൽ തീർച്ചയായിട്ടും ഗോൾഡ് വന്നിട്ട് $1,000 കഴിഞ്ഞു പോകുമെന്ന് JP മോർഗൻ പറയണതായിട്ടും, അതുമല്ലാതെ ഇപ്പൊ 3,900 4,000 റേഞ്ചിലാണ് ഇരിക്കുന്നു. അങ്ങനെയൊക്കെ പറയുന്നു സർ. അതായത് ഇന്നും ഒരു $2,000 ഗോൾഡ് കയറും എന്ന് പറയുന്ന ഒരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു സർ. ഇത് ഇപ്പോ വിട്ടെങ്കിൽ ഇനി വാങ്ങാൻ പറ്റാൻ മക്കൈ പേജിൽ ഈ വീഡിയോനെ കുറിച്ച് പറയുമ്പോൾ സാർ അടുത്ത് ഇവർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാർ എന്താണ് നമ്പർ പറയുന്നു എന്ന് സാർ അടുത്ത് ചോദിച്ചു പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ നമ്പർ എന്താ? $6,000. അടുത്ത ഒരു മാസത്തിൽ 6,000 പോകുമോ എന്ന് ചോദിച്ചാൽ പോവത്തില്ല. അടുത്ത 3 മാസത്തിൽ പോകുമോ എന്ന് ചോദിച്ചാലും പോകില്ല. അടുത്ത മാസം കയറുമാ കയറൂല എന്നതിന് ജെറോം പോൾ എന്താണ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കണം. ജെറോം പോൾ 0.5% കട്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റേബിളായിരിക്കും, കയറും. അവർ കട്ട് ചെയ്യത്തില്ല എന്ന അടംപിടി ടഫാ സംസാരിക്കുവാണെങ്കിലോ ഒരു 500 വരയ്ക്കും മാക്സിമം കുറയാം. ഇത് ജെറോം പോൾ പറയുന്നതനുസരിച്ച് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ ജെറോം പോൾ വന്നിട്ട് മേയുടെ മുകളിൽ ഇരിക്കത്തില്ല. സോ മേ എന്ന് പറയുന്നത് 5 മാസം. സോ 5 മാസം കഴിഞ്ഞ് ജെറോം പോളിന് ബദൽ ആര് വരും എന്നതനുസരിച്ചാണ് ഇരിക്കുന്നത്. ഈ വിലവാശിയത്തെ കൺസിഡർ ചെയ്യാതെ റേറ്റിനെ കട്ട് ചെയ്യുവാണെങ്കിൽ ഗോൾഡ് കയറും. ഇത് തന്നെ JP മോർഗനും ഗവൺമെന്റ് സാക്സും പറയുന്നു. ഇപ്പോൾ വിലവാശിയൊക്കെ അമേരിക്കയിൽ കയറാൻ പോകുന്നു. അതായത് അടുത്ത 12 മാസത്തിൽ 1% കയറും. വിലവാശി കയറിയെങ്കിലും ഗോൾഡിന് നല്ലതാണ്. ആ വിലവാശി കയറ്റത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റാതെ ഗവർണർ ഒരു വശം ഇൻട്രസ്റ്റ് റേറ്റിനെ കുറച്ചെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഗോൾഡ് കയറും. സോ അപ്പോൾ വന്നിട്ട് ഈ $1,000 ഈസിയായി കയറും. അതിനെ തന്നെ അവർ പറയുന്നു. സോ നമ്മൾ മെയ് വരയ്ക്കും ക്ഷമയോട് കാത്തിരിക്കണം. മെയ് വരയ്ക്കും ഇതുപോലെ മുകളിലും താളയും പോകും. സപ്പോസ് ജെറോം പോൾ ഒരു 0.5% കട്ട് ചെയ്യുവാണെങ്കിൽ ഗോൾഡിന്റെ വില ഒരു 200-300 രൂപ പെട്ടെന്ന് കയറും. അത് എല്ലാം ഗ്രാമെന്നല്ലേ നമ്മൾ പറയുന്നത്, അതെ ഗ്രാമിന് തന്നെ. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ജെറോം പോൾ എന്താണ് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് ഇരിക്കുന്നത്. ജെറോം പോൾ എന്താണ് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്തെന്ന് പറഞ്ഞാൽ അവർ ഇത്രയും ദിവസം വന്നിട്ട് ഷട്ട് ഡൗണിലിരുന്നു. ഷട്ട് ഡൗണിൽ ഡേറ്റ വന്നില്ല. സോ ഹി ഈസ് ഫ്ലൈയിങ് ബ്ലൈൻഡ്. ഈ ഡേറ്റ നമുക്ക് വിശ്വസിക്കാൻ ഇല്ല എന്ന് കൂടെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഡേറ്റനെ അടുത്ത 21 മാസത്തിന് കണക്ട് ചെയ്ത് ഈ ഡേറ്റ് വരണ മുമ്പേ പറയുമ്പോൾ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങനെ ഇരിക്കും. അതൊക്കെ നമുക്കറിയത്തില്ല. ഇത് വന്നിട്ട് ഒരു ഗസ്സിങ് ഗെയിമാണ്. ബട്ട് മേക്ക് ശേഷം ഡെഫിനറ്റായിട്ട് കയറും എന്ന് പറഞ്ഞാൽ ട്രംപ് പറയണവരൊക്കെ തലയാട്ടുന്ന ഒരാളെ തന്നെ ഇടും അവർ. സോ ഇറ്റ് ഈസ് ഓബിയസ് ട്രംപ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജെറോം പോളിനെ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അവിടെ പുഷ് ചെയ്യും. അവിടെ പുഷ് ചെയ്യുന്ന സമയം ഇവിടെ ഇൻഫ്ലേഷൻ കയറിയെങ്കിൽ പുതിയതായിട്ട് വരണവർക്കും കുറയ്ക്കാൻ പറ്റുമോ പറ്റൂല എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ആരാണ് ഇടാൻ പോകുന്നത് എന്നതനുസരിച്ചിരിക്കും. അവർ എങ്ങനത്തെ ആളാണ്, അവർക്ക് എന്താണ് ട്രാക്ക് റെക്കോർഡ് ഇരിക്കുന്നു, അതൊക്കെ വച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഇന്നൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ട്രംപിന് എന്തിനും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിക്കാണ് നമ്മൾ ഇരിക്കുന്നു. H-1B വിസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. പെട്ടെന്ന് നോക്കിയാൽ അമേരിക്കയിൽ ടാലന്റേ ഇല്ല. സ്ഥലങ്ങളിൽ ഇരുന്ന് തന്നെ ജനങ്ങളെ വിളിച്ചു. ഇല്ല സർ, അതേ $1,00,000 തന്നെ ഇരിക്കുന്നു. അതേ $1,00,000 തന്നെ ഇരിക്കുന്നു. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾ വന്ന് ലിസ്റ്റ് ആയിട്ടുണ്ട് സർ. ചന്ദ്രശേഖരൻ പറയുമ്പോൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു പാസഞ്ചർ വെഹിക്കിൾ ഞങ്ങൾക്ക് വലുതായിട്ട് പ്രോഫിറ്റ് ചെയ്തതില്ല, കമേഴ്ഷ്യൽ വെഹിക്കിളാണ് ഞങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് തന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് ജനങ്ങൾക്ക് ഇരിക്കുന്ന ചോദ്യം പാസഞ്ചർ വെഹിക്കിളിൽ അടുത്ത് പോകാമോ ഇല്ല കമേഴ്ഷ്യൽ വെഹിക്കിൾക്ക് മൂവ് ചെയ്യാമോ എന്നാണ്. ഇവര് പറഞ്ഞത് ഒരു കാര്യം, എനിക്ക് ഇന്നൊരു കാര്യം എന്ത് തോന്നി എന്ന് വെച്ചാൽ, ഇപ്പോ ആനന്ദ് ശ്രീനിവാസൻ വന്നിട്ട് ഒരു കാർ വച്ചിരിക്കുന്നത് സർ. അവർ 10 വർഷത്തിന് ഒരു കാർ മാറ്റുന്നു എന്ന് വയ്ക്കാം. ഇതേ ആനന്ദ് ശ്രീനിവാസൻ വന്നിട്ട് ഒരു ഫ്ലീറ്റ് ഓഫ് ലോറി വച്ചിരിക്കുന്നു എന്ന് ഒരു 50 ലോറി വച്ചിരിക്കും. 5 വർഷത്തിന് ഒരു പ്രാവശ്യം 50 ലോറി ആയിട്ട് മാറ്റും. അപ്പൊ ആ നമ്പേഴ്സ് മാറുമല്ലേ സർ? ഓട്ടോമാറ്റിക്കലി അതിന്റെ സെയിൽസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നുമല്ല, നിങ്ങൾ ഇതിനെ തെറ്റാ മനസ്സിലാക്കിയിരിക്കുന്നു. എങ്ങനെ ടാറ്റ പാസഞ്ചർ വെഹിക്കിൾ വന്നിട്ട് JLR വാങ്ങി മാറ്റിയോ? സോ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ട്രാൻസ്ഫോർമേഷനിന് പോകാൻ പോകുന്നു. അവൻ $4.25 യുവാക്കോയിനെ വാങ്ങി അവൻ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു 3-4 വർഷം എടുക്കും.
ഡൈജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 4th ലാർജസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് ആയിട്ട് മാറും. ഒരു വർഷത്തിന് 5,40,000 വണ്ടി വിൽക്കും. അതെ, ഓവറാൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൈനർ പ്ലെയർ ആയിട്ട് മാറും. സോ ഇത് കാരണം ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ എന്ന ഇത് വന്നിട്ട് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നോക്കിയാണ് പോകുന്നു. ഇന്നലെ വന്നിട്ട് 869 crores ലോസ് കാണിച്ചു. ആ ലോസിന് ഓപ്പറേറ്റിംഗ് ലോസ് എന്നാണ് പറയുന്നു. ആക്ച്വലി അവർ വന്നിട്ട് 1100 crores അവർ പ്രോഫിറ്റ് എടുത്തിരിക്കുന്നു. പക്ഷെ എന്തായെന്ന് വെച്ചാൽ അവർക്ക് അലോട്ടായ വിലയിലിരുന്ന് ഈ ടാറ്റ ക്യാപിറ്റലിൻ്റെ സ്റ്റോക്ക് വീഴുന്നിരിക്കുന്നു. സോ അവർ മാർക്കറ്റ് പ്രകാരം വാല്യൂവിനെ ബുക്ക് ചെയ്തിരിക്കുന്നു. 2,000 കോടി ലോസ് ചെയ്ത് ടാറ്റ ക്യാപിറ്റൽ. ടാറ്റ ഫൈനാൻസിനടുത്ത് കാശിരിക്കുന്നു, പക്ഷെ അവിടെ ബ്ലോക്ക് ആയിരിക്കുന്നു. കാരണം ഒരു 2,200 crores ഒരു ലോസ് ബുക്ക് ചെയ്തിരിക്കുന്നു. ഇത് കാരണം തന്നെ 869 crores ലോസേ അല്ലാതെ ആക്ച്വലി പ്രോഫിറ്റ് തന്നെ. സോ ക്യാഷ് ഫ്ലോ പോസിറ്റീവാണ്. 1,600 കോടി ക്യാഷ് ബാലൻസ് ഇരിക്കുന്നു. സോ ഈ കമ്പനി തന്നെ ഈ പാസഞ്ചർ കമ്പനി ഇത്ര വലുതാക്കാനും JLR വാങ്ങാനും എല്ലാത്തിനും ഈ ഡിവിഷനാണ് ഫിനാൻസ് ചെയ്തത്. ഇപ്പോ ചോദ്യം വന്നിട്ട് CVയാ PVയാ സർ? ഇപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റൂല. അതാണ് കൺസിഡർ ചെയ്യുന്ന സമയം PVയും CVയും ചേർത്ത് ചെയ്യാനാണ് പറയുന്നത്. അടുത്ത 3 വർഷത്തിന് ഡൈവേർജന്റ് ആകുന്നവരേക്കും രണ്ടിലും ഒന്ന് കൺസിഡർ ചെയ്യുന്നത് തെറ്റല്ല. അതായത് PV കൺസിഡർ ചെയ്യുന്ന ദിവസം ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾ കൺസിഡർ ചെയ്യുന്നത് തെറ്റല്ല, നല്ലതാണത്. സർ എൻ്റെ അടുത്ത് 400 രൂപ തന്നെ ഇരിക്കും എന്ന സിറ്റുവേഷനിൽ അപ്പൊ ഇതിനെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും നോക്കുക. ഗെയിമേ വേണ്ടാന്ന് പറയുന്നല്ലേ സർ? ഓക്കെ സർ. അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ ITC ആ റേഞ്ചിൽ തന്നെ ഇരിക്കുന്നു. അതെ, ഒരുപാട് ദിവസം കൊണ്ട് അതേ റേഞ്ചിൽ തന്നെ ഇരിക്കുന്നു. സർ അടുത്തത് കർണാടക ബാങ്ക് വന്നിട്ട് അവർ Q2 5% മുന്നിരിക്കുന്നു. പക്ഷേ ഓൺ ദി അതർ സൈഡ് ഇൻഡസ്ഇൻഡ് ബാങ്ക് വന്നിട്ട് അവരുടെ പ്രോബ്ലത്തിനൊക്കെ കുറച്ചായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നു. ഒരു 4-5 മാസത്തിൽ ആ പ്രോബ്ലം വരുന്ന സമയമേ സാർ പറഞ്ഞായിരുന്നു ഹെഡ് ഓൺ ദി സ്ട്രീറ്റ് ആണ്, ചാൻസിനെ വിടരുത് എന്ന് പറഞ്ഞായിരുന്നു. ആ സമയം ഇല്ല, ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ഇതിന്റെ മുകളിൽ വരത്തില്ല, കഥ തീർന്നു എന്നതുപോലത്തെ കമന്റ്സ് ഒക്കെ ഒരുപാട് നോക്കിയായിരുന്നു. ഇപ്പൊ വന്നിട്ട് ഇൻഡസ്ഇൻഡിൽ മുംബൈ പോലീസും ക്ലീൻ ഷീറ്റ് കൊടുത്തതുപോലൊക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ കർണാടക ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് 10 വർഷത്തിന് നീ വെച്ചിരിക്കുമെന്നാൽ കർണാടക ബാങ്ക്, ഞാൻ ക്വിക്കായിട്ട് ഒരു പ്രോഫിറ്റ് എടുത്ത് വെളിയിൽ വരണം, അതായത് 2 വർഷത്തിൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക്. സർ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിങ്ങൾ ഇന്നും അതേ സ്റ്റാൻഡിൽ തന്നെ സർ ഇരിക്കുന്നു, അതായത് ആ പഴയ ബുക്ക് വാല്യൂ തന്നെ ഇരിക്കുന്നത് സർ? ആ ബുക്ക് വാല്യൂ കയറണം എന്ന് വെച്ചാലും കയറും, എന്ന് വെച്ചാൽ കമ്പനി പ്രോഫിറ്റിനനുസരിച്ച് ആ ബുക്ക് വാല്യൂക്ക് 1.5 ടൈംസ് വന്നുവെങ്കിൽ അത് നോർമൽ ബാങ്കാ മാറും. സർ പറയുന്ന ആ പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി ബോസ്, ഇവിടെ ആ പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ പ്രൊമോട്ടറിന്റെ അടുത്ത് കാശിരിക്കുന്നു, ഇന്റഗ്രിറ്റിക്ക് RBI ഇരിക്കുന്നു. ഓക്കെ സർ. അടുത്തത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് സർ. അത് വന്നിട്ട് 70 രൂപയ്ക്ക് ലിസ്റ്റായി 100 രൂപ 120 രൂപയ്ക്കാണ് ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നു, അതേ റേഞ്ചിൽ. വളരെ കോസ്റ്റ്ലി, അതിന്റെ അടുത്തേ പോകണ്ട. ഓക്കെ സർ. അടുത്തത് നിങ്ങൾ വന്നിട്ട് ടാറ്റ ടെക്നോളജീസിനെ കുറിച്ച് സംസാരിച്ച് ഒരുപാട് ദിവസങ്ങളായി. വളരെ കോസ്റ്റ്ലി, അതുകൊണ്ട് അതിന്റെ പുറകിൽ പോകണ്ട. ജ്യോതിലാസ് എന്ത് സർ ഇതിനെ കുറിച്ച് സംസാരിക്കുമില്ല? അവരെ കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല. അവർ ബേസിക്കലി ഈ ചൊട്ട് നീളമും ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഡിറ്റർജൻറ്റും വളരെ സ്ട്രോങ് പൊസിഷനാണ്. വാവ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സോപ്പ് ബ്രാൻഡിനെ വാങ്ങി വെച്ചിരിക്കുന്നു. അവരെ പ്രോബ്ലം വന്നിട്ട് മാക്സോ എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് കോയിലാണ്. മസ്കിറ്റോ റെപ്പലന്റ് എല്ലാം വച്ചിരിക്കുന്നല്ലേ സർ? മസ്കിറ്റോ റെപ്പലന്റ് അല്ല ചെയ്യുന്നില്ല, അതിനെ സ്പിൻ ഓഫ് ചെയ്യാൻ പോകുന്നതായിട്ട് പറയുന്നു. പക്ഷെ സ്പിൻ ഓഫ് ചെയ്യുന്നതിനെ കുറിച്ച് ഇതുവരെയും സംസാരിച്ചില്ല. ഒരു കാര്യം, ഇത് പ്രോഫിറ്റ് വലുതാ കയറിയുമില്ല. H1 H2 വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നു. ഇവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇങ്ങനെയാണ്. സോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്താണ് ഇരിക്കുന്നു, ഒന്നുമില്ല. സർ ഇപ്പോ എന്റെ ടിഫിൻ കോഫി റേഞ്ച് ഒരു മാസത്തിന് 3000 രൂപ എന്ന് വെച്ചോ, ഡെയിലി 100 രൂപ എന്ന് വെക്കാം. TCS, ഇൻഫോസിസ്, വിപ്രോ എന്റെ കൺസിഡറേഷൻ ലിസ്റ്റ് എങ്ങനെ ഇരിക്കണം സർ? നിങ്ങളെ കൺസിഡറേഷൻ റേഞ്ചിൽ ഇൻഫിയും ഇരിക്കത്തില്ല, TCSും ഇരിക്കൂല, വിപ്രോ തന്നെ ഇരിക്കും. മാസത്തിന് ഒരു പ്രാവശ്യം ഒരു വിപ്രോ കൺസിഡർ ചെയ്തുകൊണ്ട് മെയിനിങ് ഇരിക്കുന്നതിന് പിരിച്ചിടേണ്ടത് തന്നെ. സർ ഇപ്പോൾ ഇവർ ചോദിക്കുന്ന ആക്ച്വൽ ചോദ്യം എന്തെന്ന് വെച്ചാൽ എന്തൊക്കെ വാങ്ങണമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാതെ ഞാൻ പറയത്തില്ല. 3000 രൂപ ഉണ്ടെങ്കിൽ ഒരു വിപ്രോ കൺസിഡർ ചെയ്യും. ഇൻഫോസിസ് ആൻഡ് TCSന്റെ സൈഡ് പോകണ്ട, മീതി ഏത് വേണമെങ്കിൽ നിനക്ക് എടുക്കാം, അത്രയും മതി, അതിന്റെ മുകളിൽ വേണ്ട. ഓക്കെ ഡൺ. അടുത്ത് ഇനി എവിടെ പോകാമെന്നും ചോദിക്കാതെ. അടുത്തത് വന്നിട്ട് സർ എന്താണ് നിങ്ങളെ ഹോസ്പിറ്റൽ റേറ്റഡ് സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുമല്ലോ സർ? ഹോസ്പിറ്റൽ സ്റ്റോക്കിൽ പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊമോട്ടറിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്നല്ലേ സർ? വേറെ വഴിയില്ല. ഫാർമ കമ്പനിക്കും ഡോക്ടറിനും ഇരിക്കുന്ന റിലേഷൻഷിപ്പേ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് അറിയത്തില്ല. നമ്മൾ അവിടെയും പോയി ഇതൊക്കെ ഒഴുങ്ങായിരിക്കുമായിരിക്കത്തില്ല, എന്താണ് കാര്യം എന്നൊക്കെ നോക്കാൻ പറ്റൂല. സർ അടുത്തത് സ്പന്ദന സ്ഫൂർത്തി പെട്ടെന്ന് ഒരു 20%, സർ ഇന്നലെ ഒരു 10%, ഇവിടുന്ന് ഒരു 10%. ഇവിടുന്ന് ചോദിച്ചാൽ വെങ്കിടേഷ് വന്നിരിക്കുന്നു, അവരെ കൊണ്ട് ഫണ്ടിങ് കളക്ട് ചെയ്യാൻ പറ്റും, പുതു മാൻ പവർ കൊണ്ടുവരാൻ പറ്റും.
ബാലൻസ് ഷീറ്റിന് ക്ലീൻ അപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അവരെ കൊണ്ടുവന്നിരിക്കുന്നു. അവർ വന്നത് മാത്രം ഒരേ റീസണാ സർ? അത് തന്നെ ഒരേ റീസൺ. അവർ HDFCയിൽ ആ ഒരു സെക്ടറിൽ ഇരുന്നത് മാത്രമാ സർ കാരണം? HDFC മാത്രമല്ല, ഇതിനു മുമ്പ് ഒരുപാട് ബാങ്കുകൾ, കമ്പനികൾ ആ സെക്ടറിൽ അവർ ഇരുന്നിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ സർ സ്പന്ദന സ്ഫൂർത്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടി പോലെയാണ് ഇരുന്നത്. അതിനതിലേക്കല്ല, പേടിച്ചതില്ല. ഞാൻ സാറിനെ കണക്കിൽ വെച്ചതേ ഇല്ല സർ. ഞാൻ ഞങ്ങളുടെ റേഞ്ചിൽ ചോദിച്ചോണ്ടിരിക്കുന്നു സർ. നിങ്ങൾക്ക് പേടിയെങ്കിൽ നിങ്ങൾ അതിന് കൺസിഡർ ചെയ്യേണ്ട. സർ തങ്കമയിൽ പെട്ടെന്ന് നോക്കിയാൽ ഒരു 50-60% കയറിയത് പോലെ ഇരിക്കുന്നു. അത് എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അൺലിസ്റ്റ് പറയണമെന്നുണ്ടെന്ന് വെച്ചാൽ മെഡ്രാസിൽ ഒരു 4-5 സ്റ്റോർ തുറന്നിരിക്കുന്നു. അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അതാണ് കാരണമെന്ന് പറയുന്നു. എക്സ്പെക്ടേഷൻ്റെ മുകളിൽ അവർ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.